ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയാലോ. അതിനായി ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചിരുകി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. ചതച്ചെടുത്താൽ മതി, ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം.